ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിച്ച CBI മുഖ്യപ്രതി സഞ്ജയ് റോയുടെ സുഹൃത്തായ ASI അനൂപ് ദത്തയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കി. ഇയാൾക്ക് കൃത്യത്തെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നുവെന്നാണ് നിഗമനം. സെക്രട്ടേറിയറ്റ് വളയിൽ പ്രതിഷേധത്തിനും ബംഗ്ലാ ബന്ദിനും പിന്നാലെയാണ് BJP ഇന്നു മുതൽ 7 ദിവസത്തെ ധർണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ധർണയുടെ പശ്ചാത്തലത്തിൽ കൊൽക്കത്ത പോലീസിന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസവുമുണ്ടായ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്നാണ് കൊൽക്കത്ത പോലീസിന്റെ കണ്ടെത്തൽ. വി വാണ്ട് ജസ്റ്റിസ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വീട് ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നെന്ന് ചിത്രീകരിക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങളാണ് പ്രതിഷേധത്തിന്റെ പേരിൽ നടന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. BJP ഉപയോഗിച്ച് പ്രധാനമന്ത്രി മോദി ബംഗാളിനെ കത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും ബംഗാളിൽ തീ പടർന്നാൽ ഡൽഹിയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ചാമ്പലാകുമെന്നും പ്രധാനമന്ത്രി കസേരയിൽ നിന്നും താഴെ വീഴുമെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. മുഖ്യപ്രതി സഞ്ജയ് റോയുടെ അടുത്ത സുഹൃത്ത് ASI അനൂപ് ദത്തയെ CBI നുണപരിശോധനയ്ക്ക് വിധേയനാക്കും. കുറ്റകൃത്യത്തെക്കുറിച്ച് ഇയാൾക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു എന്നാണ് CBIക്ക് കണ്ടെത്താനുള്ളത്. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരായ അഴിമതി കേസിൽ CBI അന്വേഷണം തുടരുകയാണ്. 24 ഡൽഹി.